നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പോലും അത് ഫ്ലെക്സിബിൾ ആക്കി എന്നുള്ളതാണ്. പലപ്പോഴും റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനുകൾ അല്ലെങ്കിൽ എഴുതപ്പെട്ട ഭരണഘടനകൾ നേരിടുന്ന ഒരു വെല്ലുവിളി അത് പിന്നീട് മാറ്റാനുള്ള ബുദ്ധിമുട്ടുകളാണ്. എന്നാൽ നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം അത് ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ ഇൻ ദ സെൻസ് കാലോചിതമായ മാറ്റങ്ങൾ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യപരമായി മാറ്റങ്ങൾ വരുത്താനുള്ള അവകാശവും അധികാരവും ഭരണഘടനയിൽ തന്നെ നിലനിർത്തി എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടന ഇത്രയും കാലം സൂര്യ തേജസ്സോടുകൂടി മുന്നോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ കാണേണ്ടത്. ഇത് നമുക്കറിയാവുന്നതുപോലെ ഇപ്പൊ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയാത്ത ഒരു കാര്യവും ഭരണഘടനയുടെ മറ്റ് ആർട്ടിക്കിളുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഭരണഘടനയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് പ്രിയാമ്പിളിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആയിട്ട് നമുക്ക് കാണാം. ഭരണഘടനയിൽ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുള്ള അടിസ്ഥാന തത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ നടപ്പിൽ വരുത്തണം എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി പറയുന്നതാണ് ഭരണഘടനയുടെ മറ്റുള്ള അനുച്ഛേദങ്ങളെല്ലാം തന്നെ. ഇപ്പോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ പറ്റി പറഞ്ഞു. അത് ഭരണഘടനയുടെ പാർട്ട് 4 ആണ് നിർദ്ദേശക തത്വങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. ഈ നിർദ്ദേശക തത്വങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്ന സമയത്ത് അതിൽ മാറ്റങ്ങൾ വരേണ്ട സമയത്ത് മാറ്റങ്ങൾ വരുത്തണമെന്നും അതിനാവശ്യമായ തരത്തിൽ നിയമനിർമ്മാണങ്ങൾ നടത്തണമെന്നും വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഇപ്പൊ സൂചിപ്പിക്കുകയുണ്ടായ നമ്മുടെ യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ 44 44 അനുച്ഛേദം ഭരണഘടനയിൽ തന്നെ പറയുകയാണ് നമ്മുടെ യൂണിയൻ സിവിൽ കോഡ് നടപ്പിലാക്കണം എന്നുള്ളത്. പക്ഷേ അതിനെ സംബന്ധിച്ച് ഒരു ചർച്ച വരുമ്പോഴേക്കും നമ്മൾ അവിടെ സ്റ്റക്ക് ആവുകയാണ്. ഇപ്പോഴും 75 വർഷം കഴിഞ്ഞിട്ടും നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞ യൂണിഫോം സിവിൽ കോഡിനെ പറ്റി ചിന്തിക്കാൻ ഈ രാജ്യം പക്വമായില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അതുപോലെ ഒരുപാട് നിർദ്ദേശക തത്വങ്ങളിലുള്ള പല കാര്യങ്ങളും നടപ്പിലാക്കി. ഇപ്പൊ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഫ്രീ ലീഗൽ എയ്ഡ് തുടങ്ങിയ പല കാര്യങ്ങളിലും നിയമനിർമ്മാണം നടന്നു. അപ്പം വളരെ ശക്തമായ രീതിയിൽ തന്നെ നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്, നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നുമുണ്ട്. ഇനിയും നിർദ്ദേശക തത്വങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ കാണണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണഘടന നിർമ്മാതാക്കൾ ഉൾക്കൊള്ളിക്കാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറയാവുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. നമ്മുടെ ചുമതലകൾ, നമ്മുടെ മൗലികമായ ചുമതലകൾ എന്ന് പറയുന്ന ഒരു ഭാഗം. മൗലികമായ അവകാശങ്ങളെ പറ്റി മാത്രം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ മൗലികമായ കടമകളും ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർക്കത് വിശ്വസിക്കാനാവാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഭരണഘടനാ അമെന്റ്മെന്റിലാണ് നമ്മുടെ പാർട്ട് 4A നമ്മുടെ 51A അനുച്ഛേദം ആർട്ടിക്കിൾ 51A ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ ആർട്ടിക്കിൾ 51A ആദ്യമായി തന്നെ പറയുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളോട് നമ്മൾ ബഹുമാനമുള്ളവരായിരിക്കണം, അതിനെ സംരക്ഷിക്കണമെന്നാണ്. എന്നാൽ ഈ രീതിയിലാണോ ഇന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മുടെ ചർച്ചയിലെ അടുത്ത വിഷയമായി നമുക്ക് ചർച്ച ചെയ്യാം എന്ന് തോന്നുന്നു. നമ്മൾ ഈ ഭരണഘടന നിലനിൽക്കാൻ വേണ്ടി ഇപ്പൊ കോടതികൾ മാത്രമോ ലെജിസ്ലേച്ചർ മാത്രമോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മാത്രമോ അല്ല പ്രവർത്തിച്ചിട്ടുള്ളത്. ഇവയ്ക്കെല്ലാം ഭരണഘടനയിലെ വിവിധ അനുച്ഛേദങ്ങളിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള അധികാര വിശേഷങ്ങൾ അവർ ഉപയോഗിക്കാൻ നിർബന്ധിതരായി അല്ലെങ്കിൽ അത് പാലിക്കാൻ നിർബന്ധിതരായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഭരണഘടന ഇന്നും നിലനിൽക്കുന്നത്. അതോടൊപ്പം ജനങ്ങൾക്ക് ഭരണഘടനയോടുള്ള വിശ്വാസം അത് തകർക്കപ്പെടാതെ ഇത്രയും കാലം നിലനിന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജനങ്ങൾക്ക് ഭരണഘടനയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ആ ദിശയിലേക്കുള്ള ചില സൂചകങ്ങൾ നമ്മുടെ രാജ്യത്ത് അടുത്ത കാലത്തായി നടന്നു വരുന്നു എന്നുള്ളത് വ്യക്തമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളോടുള്ള വെല്ലുവിളി അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള അവരുടെ പ്രസന്റേഷൻ പല ആളുകളും രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി തന്നെ. ഇപ്പൊ ഉദാഹരണത്തിനാണ് കോടതിയുടെ കാര്യം എടുക്കാം, നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ കാര്യം എടുക്കാം. എനിക്ക് അനുകൂലമായ വിധി പാസ്സാക്കുന്ന സമയത്ത് കോടതികളെല്ലാം ഭരണഘടനാപരമായി വളരെ നല്ല കോടതികൾ. എനിക്കെതിരെ വിധി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ താല്പര്യത്തിന് വിരുദ്ധമായി വിധി വന്നു കഴിഞ്ഞാൽ ആ കോടതി വിധി അംഗീകരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ നമ്മുടെ കാലാവധി കഴിഞ്ഞ് മാറിപ്പോയ നമ്മുടെ റിട്ടയർ ചെയ്ത ജസ്റ്റിസ് ചന്ദ്രചൂഡ്, അദ്ദേഹം തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ സൈബർ അറ്റാക്കുകളെ പറ്റി പറയുകയുണ്ടായി. നമുക്കറിയാം കോടതിയെ പറ്റി ഒരു അല്പകാലം മുമ്പ് ഇപ്പൊ രാജശേഖരൻ സാറിനൊക്കെ അത് പറയാൻ പറ്റും. രണ്ടുപേർക്കും അവർ വളരെ മുതിർന്ന പൗരന്മാരായതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് അനുഭവ സമ്പത്തുള്ളതാണ്. മുമ്പൊന്നും കോടതികളെ സംബന്ധിച്ച് ഒരു ഉച്ചത്തിൽ വിമർശനം ഉന്നയിക്കാൻ ജനങ്ങൾ ഭയപ്പെടുമായിരുന്നു.
അല്ലെങ്കിൽ ആരും അത്തരത്തിലൊരു വിമർശനം എഴുതി പ്രസിദ്ധീകരിക്കാൻ പോലും ഭയപ്പെടുമായിരുന്നു, അല്ലെങ്കിൽ അതോടുള്ള ബഹുമാനം കൊണ്ട് ഒരു പക്ഷേ പറയാതിരിക്കുമായിരുന്നു. എന്നാൽ ഇന്നതാണോ സ്ഥിതി? നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ജഡ്ജിമാരെ സംബന്ധിച്ചും കോടതിയെ സംബന്ധിച്ചും എന്തെല്ലാം അധിക്ഷേപകരമായ പരാമർശങ്ങളാണ് നടന്നു വരുന്നത്. ഇവയെല്ലാം സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ഭരണഘടനയുടെ ദൗർബല്യമല്ല, അത് ഭരണഘടനയുടെ ദുരുപയോഗമാണ് എന്ന് പറയേണ്ടി വരും. അടിസ്ഥാനപരമായി ചില തരത്തിലുള്ള യു ക്യാൻ ക്രിട്ടിസൈസ് ജഡ്ജ്മെന്റ് ബട്ട് നോട്ട് ദ ജഡ്ജസ് എന്നുള്ള അടിസ്ഥാനപരമായ ആ തത്വം അത് പല സുപ്രീം കോടതി വിധികളിലും വ്യക്തമായി കാണാവുന്നതാണ്. അത് ലംഘിച്ചുകൊണ്ട് ജഡ്ജിമാരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തില് വിമർശനങ്ങൾ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ, ഞാൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ നല്ലത്, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിൽ ഇതാ മോശമാണ്, വോട്ടിംഗ് മെഷീൻ ടാമ്പറിംഗ് നടന്നിരിക്കുന്നു, ഇത്തരത്തിലുള്ള അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതൊരു കേവലം രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉന്നയിക്കുകയാണ്. എന്നാൽ പക്ഷേ അതേസമയം നമ്മൾ കാണേണ്ടത് ജനങ്ങൾക്ക് പോകെ പോകെ ഇത്തരം ഭരണഘടനാ സ്ഥാപനങ്ങളോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുകയാണ് ഇത്തരം ആരോപണങ്ങളിലൂടെ. ഈ ആരോപണം ഉന്നയിച്ച് അത് അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അവർ അവിടുന്ന് അപ്രത്യക്ഷരാവുകയാണ് ചെയ്യുന്നത്. പിന്നീട് വരുന്ന ഇലക്ഷനിൽ ജയിക്കുന്ന സമയത്ത് ഓക്കെ, ഇലക്ഷൻ കമ്മീഷനൊക്കെ നന്നായി പ്രവർത്തിച്ചു എന്ന് പറയുന്നത്. ഇതിലുള്ള അപകടം, ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം. അത് ശരിയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കണം, നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് ഇപ്പൊ വോട്ടിംഗ് മെഷീനിൽ ടാമ്പറിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അത് പൊതുജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കണം. അത് തെളിയിക്കാതെ ഇലക്ഷനിൽ തോൽക്കുന്ന സമയത്ത് ഇത്തരം ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള വിമർശനം, അടിസ്ഥാനമില്ലാത്ത ഇത്തരം വിമർശനങ്ങൾ ഭരണഘടനയെയാണ് ദുർബലപ്പെടുത്തുന്നത്, അതൊരു രാഷ്ട്രീയ പാർട്ടിയെ അല്ല ദുർബലപ്പെടുത്തുന്നത് എന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്നുകൂടി പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.